ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ. അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് വടകപ്പുളി നാരങ്ങൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മ കൊടുന്നതാണേ. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിന് തൊലി ഇങ്ങനെ ഒരു കട്ടിയുള്ള തൊലിയാകും. അപ്പോൾ അത് നല്ലപോലെ കളയണം കേട്ടോ. എന്നിട്ട് ചെറുതാക്കി അരിയണം. ഈ നാരങ്ങ ഒരു കയ്പ്പല്ലേ, അത് കാരണം നല്ല ചെറുതാക്കി അരിയണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരെയും. ഞാൻ ഇനി ഇങ്ങനെ ചെറിയ എന്തെങ്കിലും റെസിപ്പി ആയിട്ടൊക്കെ ഇടാൻ വിചാരിച്ചിട്ടാട്ടോ ഞാൻ നാരങ്ങൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ അനിയത്തി വന്നിരുന്നു കേട്ടോ 2 ദിവസം നിൽക്കാൻ. അപ്പോൾ അവളാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഞാനിങ്ങനെ നല്ല ചെറുതായിട്ട് അരിയണം. അപ്പോൾ എത്രയും സിമ്പിളായിട്ടുള്ള രീതിയിൽ അവൾ ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. ഇത് ചിലർക്കൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല ഈ അച്ചാറിന്, ചെറിയ കട്ടിപ്പുള്ള കാരണം. അതിനാണ് അത് ഇത്തിരി വലുതായിട്ടൊക്കെ അരിഞ്ഞാലാണ് അങ്ങനെ ഒരു കട്ടിപ്പ് ഉണ്ടാവുക. ഇത് പറഞ്ഞാൽ നനങ്ങാനാക്കി അരിഞ്ഞ് നല്ല രസമാട്ടോ. ചിലർ നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കുക, ഞങ്ങൾ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ലെണ്ണ അതിൻ്റെ അച്ചാറുണ്ടാക്കിയത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ പേന അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളാദ്യം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ. ഉലുവപ്പൊടി ഉണ്ടെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഉലുവപ്പൊടി ഇല്ല, അപ്പോൾ ഞാൻ ഉലുവയായിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി പൊട്ടി വരുമ്പോൾ നമ്മൾ നീളത്തിലരിഞ്ഞ് ഈ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ അത് വെളുത്തുള്ളി ബ്രൗൺ കളർ പോലെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ അത് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അപ്പം നമുക്ക് എത്ര മുളകും പൊടി ആവശ്യത്തിന് വേണ്ടതെന്ന് നോക്കിയിട്ട് ചിലർ പച്ചമുളകൊക്കെ ഇട്ടു. പക്ഷെ ഞാൻ പച്ചമുളകൊന്നും ഇട്ടില്ല, മുളകും പൊടി മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ. അങ്ങനെ നല്ലോണം അത് മിക്സ് ആക്കണം കേട്ടോ. എണ്ണയിൽ കിടത്തിയിട്ട് നല്ല മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് അച്ചാർ പൊടി ഉണ്ടെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ആ എണ്ണയിൽ നല്ലോണം മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ ചെറുതായി എരിഞ്ഞ വടകപ്പുളി നാരങ്ങ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഇത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. അച്ചാർ റെഡി. നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, പണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.